ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നല്ല മഴയൊക്കെയാണല്ലോ. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും വെള്ളക്കടല കറിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ നേരിയ ചുടുവെള്ളത്തിലാണ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിത് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ മക്കൾക്കൊന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ മോള് ചോറ് കൊണ്ടുപോക്കാണ്. അപ്പോൾ അവൾക്കുള്ള ചോറൊക്കെ ഇവിടെ ഊറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഉപ്പേരി കൊണ്ടുപോകുന്നത് ക്യാബേജ് ഉപ്പേരിയും അതുപോലെ തന്നെ ചമ്മന്തിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും ഉരുളൻകിഴങ്ങ് അത്ര ഹെൽത്തി അല്ലല്ലോ. അപ്പോൾ ഞാൻ ഇതാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചമ്മന്തിയും ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറിയൊക്കെ ഞാൻ വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കറി. അങ്ങനെ ചപ്പാത്തി ചുടലും കറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കോഴിക്കളൊക്കെ ഒന്ന് വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതാ ഷാനു 2 മുയലിനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവനക്ക് മുയലിനെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 മുയലിനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കോഴിക്കൂടിൻ്റെ മേലത്തെ തട്ടിൽ തന്നെയാണ് മുയലിനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണം ഉണ്ട്. അങ്ങനെ അതിന് പുല്ലൊക്കെ കൊടുന്നിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാബേജൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി മക്കൾക്കുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ലഞ്ച് ബോക്സിൽ. അപ്പോൾ അവളൊരു 7:45 ആവുന്ന സമയത്താണ് പോവാറുള്ളത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള കാരണം തന്നെ 8:10 ആവും ബസ് വരാൻ. ആ സമയം കൊണ്ട് നടന്ന് അങ്ങോട്ട് എത്തണ്ടേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ മുന്നെയാണ് പോവാറുള്ളത്. അപ്പോൾ ഞാൻ ചമ്മന്തിയും അതുപോലെ തന്നെ ക്യാബേജ് ഉപ്പേരിയൊക്കെ ഇതിൻ്റെ മേലുള്ള തട്ടിൽ ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറിലിട്ടിട്ട് കുഴച്ച് തിന്നണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കൊടുത്താൽ ഇതിൽ നിന്ന് എടുത്ത് തിന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ വെള്ളമൊക്കെ തിളപ്പിച്ച് ആറിയിട്ട് ആ വെള്ളമാണ് രണ്ടാൾക്കും കൊടുത്തേക്കാറുള്ളത്. അപ്പോൾ 2 കുപ്പിയിലും ഇതുപോലെ ഒഴിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാനുവിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ അവനക്ക് പോണ സമയത്ത് എടുത്ത് കൊണ്ടുപോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് 2 കൊണ്ട് റെഡിയാക്കി വെക്കുകയാണ്. അങ്ങനെ അവരെ പാത്രവും ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ ഞാൻ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരട്ടെ. പിന്നെ അവളെ മാറ്റലൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾ നടന്ന് പോവുകയാണ്. അങ്ങനെ അടുത്തത് പിന്നെ ഷാനുവിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. മോള് പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷാനു ഒരു 8:45 ആയ സമയത്ത് ഒരു 9 മണിയൊക്കെ ആയ സമയത്ത് പിന്നെ അവന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുള്ളത് മാലാന് നല്ല പുഴമീനാണ്. അപ്പോൾ തലേ ദിവസം കൊടുന്ന് ഫ്രിഡ്ജിൽ വെച്ച കാരണം തന്നെ അത് ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്.
അങ്ങനെ ചോറിനുള്ള തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്ന് കുമ്പളം മോരൊഴിച്ചിട്ട് കറിയാണ് വെക്കുന്നത്. ഈ മീൻ പൊരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ തേങ്ങയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചെറിയ ജീരകവും പച്ചമുളകൊക്കെ ഇട്ടിട്ട് തൈര് ഒഴിച്ചിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അത് അരച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചപ്പാത്തിയും വെള്ളക്കടല കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കൂട്ടി ചായയൊക്കെ കുടിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ചില ദിവസങ്ങളിൽ നേരത്തെ ചായ കുടിക്കും, ചില ദിവസങ്ങളിൽ ഇങ്ങനെ പെട്ടെന്ന് കഴിയുമ്പോൾ പിന്നെ അത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ കുറച്ച് ലേറ്റാവും ചായ കുടിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചപ്പാത്തിക്ക് ഈ വെള്ളക്കടല കറി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, നല്ല ടേസ്റ്റിയും ഉണ്ട്. പിന്നെ ഇതാ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മീനൊക്കെ ഫ്രഷ് ആക്കിയിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കറിയൊക്കെ ഇതാ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിട്ടെടുക്കാനും കൂടെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ.